ചാനൽ ട്രിനിറ്റി വോയിസ്. സങ്കടത്താൽ ഞാൻ താളർന്നു, സങ്കേതം തേടി നടന്നു, തങ്കരുതിരം പകർന്നു, ചങ്കുരക്ഷകൻ തുറന്നു, തങ്കരുതിരം പകർന്നു, ചങ്കുരക്ഷകൻ തുറന്നു, ഉള്ള മതിലെൻ ദൈവം താൻ പള്ളി കൊണ്ടുവാണിടുവാൻ വല്ലഭനെഴുന്നള്ളിനാൻ, കൽനഞ്ചിനെ മാംസമാക്കാൻ വല്ലഭനെഴുന്നള്ളിനാൻ, കൽനെഞ്ചിനെ മാംസമാക്കാൻ. സങ്കടത്താൽ ഞാൻ താളർന്നു, സങ്കേതം തേടി നടന്നു, തങ്കരുതിരം പകർന്നു, ചങ്കുരക്ഷകൻ തുറന്നു. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ജെനസിസ് ചാപ്റ്റർ 7 വേർഡ്സ് 9, 10 and 11. ഉൽപ്പത്തി 7 9, 10, 11. ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ടും ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്നു പെട്ടകത്തിൽ കടന്നു. There went in 2 and 2 unto Noah into the ark, the male and female, as God had commanded Noah. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. And it came to pass after 7 days that the waters of the flood were upon the earth. നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. In the 600 years of Noah's life, in the 2nd month, the 17th day of the month, the same day were all the fountains of the great deep broken up, and the windows of heaven were opened. നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയറിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. അറ്റ് ദ എൻഡ് ഓഫ് യുവർ ലൈഫ് ഓൺ എർത്ത് you will evaluated and rewarded according to how well you handle what God entrusted to you. That means everything you do, even simple daily chorus, has eternal implications. If you treat everything as a trust, God promises 3 rewarded in eternity. First, you will be given God's affirmation. He will say, "Good job, well done." Next, you will receive a promotion and be given greater responsibility in eternity. I will put you in charge of many things. Then you will be honored with a celebration. Come and share your master's happiness. Most people fail to realize that money is both a test and trust from God. God uses finance to teach us to trust Him, and for many people, money is the greatest test of all. Third session like Proverbs chapter 6 words 29, 30, 31. സദൃശവാക്യം 6-ന്റെ 20, 29, 30, 31. കൂട്ടുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ
ഇങ്ങനെ തന്നെ അവളെ തൊടുന്ന ഒരുത്തിനും ശിക്ഷ വരാതിരിക്കില്ല. സോ ഹി that goeth into his neighbor's wife, whosoever toucheth her shall not be innocent. കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. Men do not despise a thief if he steal to satisfy his soul when he is hungry. അവന് പിടികിട്ടിയാൽ അവൻ 7 ഇരട്ടിയെ മടക്കി കൊടുക്കാം, തൻ്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. ബട്ട് ഇഫ് ഹി ബി ഫൗണ്ട് he shall restore sevenfold, he shall give all the substance of his house. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മെയിൻ ഹെഡിങ് ഗിദെയോൻ മരണത്തെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. ന്യായാധിപന്മാർ 6:25 മുതൽ 32 വരെ. ആ രാത്രി യഹോവ ഗിദെയോനോട് ഇപ്രകാരം ആജ്ഞാപിച്ചു: നിന്റെ അപ്പൻ്റെ കാളയെയും 7 വയസ്സുള്ള മറ്റൊരു കാളയെയും എടുക്കുക. ബാലിൻ്റെ യാഗപീഠവും നിന്റെ അപ്പനുണ്ടാക്കിയ ആശേരയുടെ വിഗ്രഹവും നശിപ്പിച്ചു കളയുക. അവിടെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുക. രണ്ടാമത്തെ കാളയെ എടുത്ത് ദൈവത്തിനൊരു ദഹനയാഗമായി അർപ്പിക്കുക. വിറകിനായ ആശേരയുടെ വിഗ്രഹം ഉപയോഗിക്കുക. യഹോവ അവനോട് കൽപ്പിച്ചതുപോലെ തന്നെ ഗിദെയോൻ ചെയ്തു. തൻ്റെ 10 ദാസന്മാരുമായി ഗിദെയോൻ പുറപ്പെട്ടു. പക്ഷേ തൻ്റെ കുടുംബാംഗങ്ങളെയും പട്ടണത്തിലുള്ള മറ്റു മനുഷ്യരെയും ഭയപ്പെട്ടിരുന്നതുകൊണ്ട് രാത്രിയിൽ രഹസ്യമായിട്ടാണ് അവൻ അത് ചെയ്തത്. യാഗപീഠവും വിഗ്രഹവും എല്ലാം നശിപ്പിച്ചിരിക്കുന്നത് പിറ്റേ ദിവസം കാലത്ത് ജനങ്ങൾ കണ്ടു. ആരാണിത് ചെയ്തത്? അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. ഒടുവിൽ യോവാശിന്റെ മകനായ ഗിദെയോനാണ് ഇത് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. അവർ യോവാശിന്റെ അടുക്കൽ വന്ന്, നിന്റെ മകനെ വേഗം കൊണ്ടുവരൂ, ഞങ്ങൾ അവനെ കൊല്ലും. അവൻ ബാലിന്റെ യാഗപീഠവും അശേരയുടെ വിഗ്രഹവും നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോവാശ് അവരോട്, നിങ്ങൾ ബാലിന്റെ രക്ഷകരാണോ? ബാലിന് വേണ്ടി സംസാരിക്കുന്നവരെയൊക്കെ നേരം വെളുക്കുന്നതിന് മുൻപേ കൊന്നുകളയും. ബാൽ ദൈവമാണെങ്കിൽ അവൻ തനിക്ക് വേണ്ടി തന്നെ യുദ്ധം ചെയ്യട്ടെ. അവൻ്റെ യാഗപീഠം തകർത്തപ്പോൾ അവൻ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. 300 പേരെ കൊണ്ട് വൻ വിജയം. ന്യായാധിപന്മാർ 7:1 മുതൽ 22 വരെ. ഒരു ദിവസം ഗിദെയോനും അവൻ്റെ കൂടെയുള്ളവരും ജനങ്ങളും അതിരാവിലെ എഴുന്നേറ്റ് ഹരോദ് എന്നു പേരുള്ള നീരുറവിന് അടുത്തെത്തി. അപ്പോൾ മിദ്യാന്യർ വടക്കുവശത്തുള്ള മോരെ കുന്നിൻ്റെ താഴ്വരയിലുണ്ടായിരുന്നു. കർത്താവ് ഗിദെയോനോട്, മിദ്യാന്യരെ തോൽപ്പിക്കാൻ നിനക്ക് ഇത്രയും മനുഷ്യരെ ആവശ്യമില്ല. ഇത്രയേറെ പേരുണ്ടെങ്കിൽ സ്വന്തം ശക്തി കൊണ്ടാണ് യുദ്ധം ജയിച്ചതെന്ന് അവർ ചിന്തിക്കും. ഭയമുള്ളവരെല്ലാം വീട്ടിൽ പോയിക്കൊള്ളാൻ പറയുക. ബാക്കിയുള്ളവർ ഗിലെയാദ് പർവ്വതത്തെ എന്നോടൊപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 22,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു. അപ്പോൾ യഹോവ ഗിദെയോനെ, ഇപ്പോഴും ആൾക്കാർ വളരെ കൂടുതലാണ്, അവരെ വെള്ളത്തിനരികെ കൊണ്ടുപോകൂ. അവിടെ വെച്ച് ആരെയൊക്കെയാണ് നിന്റെ കൂടെ യുദ്ധത്തിന് വരേണ്ടതെന്നും ആരൊക്കെ വരാൻ പാടില്ലെന്നും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരെ വെള്ളത്തിനരികത്തേക്ക് കൊണ്ടുപോയി. നായ് വെള്ളം കുടിക്കുന്നത് പോലെ നാക്കോട് നക്കി കുടിക്കുന്നവരെയൊക്കെ എടുക്കുക. വെള്ളം കുടിക്കാനായി കുഞ്ഞു മുട്ടിന്മേൽ നിൽക്കുന്നവരെ ആരെയും എടുക്കണ്ട എന്ന് യഹോവ അവനോട് പറഞ്ഞു. 300 പേർ മാത്രമേ അവരുടെ കയ്യിൽ വെള്ളം കോരി നക്കി കുടിച്ചുള്ളൂ. മറ്റെല്ലാവരും മുട്ടിന്മേൽ നിന്നാണ് വെള്ളം കുടിച്ചത്. അപ്പോൾ യഹോവ ഗിദെയോനോട്, വെള്ളം നക്കി കുടിച്ച 300 പേരെ ഉപയോഗിച്ച് മിദ്യാന്യരെ തോൽപ്പിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. ശേഷമുള്ളവരെല്ലാം വീടുകളിലേക്ക് പോയിക്കൊള്ളട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഗിദെയോൻ ആ 300 പേരൊഴികെ എല്ലാവരെയും വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു. ആഹാര സാധനങ്ങളും കാഹളങ്ങളും ഈ 300 പേർ കയ്യിൽ വെച്ചു. ആ രാത്രിയിൽ ദൈവം ഗിദെയോനോട്, ശത്രുപാളയത്തെ ആക്രമിക്കുക, ഞാൻ അവരെ നിങ്ങൾക്ക് വേണ്ടി പരാജയപ്പെടുത്തും. അങ്ങനെ ആക്രമിക്കാൻ നിനക്ക് പേടിയാണെങ്കിൽ നിന്റെ വേലക്കാരൻ ഊരയെയും കൂട്ടി ശത്രുപാളയത്തിൽ ചെന്ന് അവരുടെ സംഭാഷണം
ശ്രദ്ധിക്കുക. അപ്പോൾ നിനക്ക് ആക്രമിക്കാനുള്ള ധൈര്യം വരും എന്ന് പറഞ്ഞു. 4 സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.